പേജ് നമ്പർ 127. അതിനകത്ത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 6666.666 കണ്ടോ? അതിന്റെ പ്ലേസ് വാല്യൂസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടെൻസിന്റെ പ്ലേസിനെ 6/10 എന്ന് പറയും. പ്ലേസ് വാല്യൂ 6/10. പ്ലേസ് വാല്യൂ നമ്മൾ പറയുമ്പോൾ 6 ones or 6 അല്ലെങ്കിൽ 6 tens, 6 tens or 60 അങ്ങനെയല്ലേ നമ്മൾ പ്ലേസ് വാല്യൂ പറയുന്നത്. അപ്പോൾ ടെൻസിന്റെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന പ്ലേസിനെ 6 tens അല്ലെങ്കിൽ 6/10, 6 tens അല്ലെങ്കിൽ 6/10. അതുപോലെ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ വരുന്നത് 6 hundreds അല്ലെങ്കിൽ 6/100. തൗസൻഡ്സിന്റെ പ്ലേസിൽ വരുന്നത് 6 thousands അല്ലെങ്കിൽ 6/1000. 6/1000. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഡെസിമൽ നമ്പർ എഴുതുന്ന സമയത്ത് ഡെസിമൽ പോയിന്റ്, അതായത് ഒരു ഡോട്ട് ഇടുന്നുണ്ട് നമ്മൾ. ആ ഡോട്ടിനെ ഡെസിമൽ പോയിന്റ് എന്ന് പറയും. അതിന് ലെഫ്റ്റ് സൈഡിൽ വരുന്നതിനെ ഹോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയും. അവിടെ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയും. ഇനി ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ ആ ഡോട്ട് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ വരുന്നതിനെ ഡെസിമൽ പാർട്ട് എന്നും പറയും. ഇപ്പോ 358.589 ഈ നമ്പറിൽ ഹോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ ഇന്റഗ്രൽ പാർട്ട് ഹോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ ഇന്റഗ്രൽ പാർട്ട് ഏതാത്? ഹോൾ നമ്പർ പാർട്ട് അല്ലെങ്കിൽ ഇന്റഗ്രൽ പാർട്ട് ഈ 358. ഇനി അടുത്തത് ഡെസിമൽ പോയിന്റ്. ഏതാ ഡെസിമൽ പോയിന്റ്? ഈ ഇടയ്ക്ക് നമ്മൾ ചേർക്കുന്ന ഡോട്ട്, ഒരു ഡോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഡെസിമൽ നമ്പർ എഴുതുന്നത്. ആ ഡോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നത് ഡെസിമൽ പാർട്ട്. ഡെസിമൽ പാർട്ട് ആണ് മിസ് നേരത്തെ പറഞ്ഞത്. ഡെസിമൽ പാർട്ട് നമ്മൾ ഒരിക്കലും കൂട്ടി വായിക്കരുത്, ഓരോ ഡിജിറ്റ് ആയിട്ട് തന്നെ വായിക്കണം. ഈ ഡെസിമൽ നമ്പർ നമ്മൾ വായിക്കുന്ന സമയത്ത് 358.589 എന്ന് തന്നെ വായിക്കും. അതായത് 589 ഡെസിമൽ പാർട്ടിനെ വായിക്കില്ല, ഡെസിമൽ പാർട്ടിനെ ഓരോ ഡിജിറ്റ് ആയിട്ട് തന്നെ നമ്മൾ വായിക്കണം. ഓക്കെ, ടെസ്റ്റിലെ പേജ് നമ്പർ എന്ന് പറയാം. എനിക്ക് കിട്ടിയില്ല പേജ് നമ്പർ. 127. അതില് ഡെസിമൽ സിസ്റ്റം ഓഫ് അതാ ഡൗട്ട് വന്നു. എനിക്ക് മനസ്സിലായില്ല അത് എങ്ങനെ എവിടെയാ ഉള്ളതെന്ന്. മിസ് അത് നോട്ടിലേക്ക് എഴുതാനുള്ളതായിരുന്നോ? അല്ലല്ല, നോട്ടിലേക്ക് എഴുതണ്ട. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റൈറ്റിംഗ് ഡെസിമൽസ് ഇൻ എക്സ്പാൻഡഡ് ഫോം. റൈറ്റിംഗ് ഡെസിമൽസ് ഇൻ എക്സ്പാൻഡഡ് ഫോം അല്ലെങ്കിൽ എക്സ്പാൻഡഡ് നൊട്ടേഷൻ. ഒരു ഡെസിമൽ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു ഡെസിമൽ നമ്പർ 25.184.
25.184. ഓക്കെ, ഇതിന് നമ്മൾ സാധാരണ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുന്ന സമയത്ത് 2/10 ഇങ്ങനല്ലേ പറയുന്നേ? 2/10 പ്ലസ് 5 ones 2/10 plus 5 ones plus ഇനി അടുത്തത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എഴുതുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് 2/10 plus 5 ones plus 1/10 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന പ്ലേസ് 1/10 1/10 plus 1/10 plus next 8 hundreds HUNDREDTHS 8 hundreds plus 4 thousands THOUSANDTHS 4 thousands. ഇത് ഒരു മെത്തേഡ്, എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുന്ന ഒരു മെത്തേഡ്. അടുത്തത് 2/10 നമ്മൾ എങ്ങനെ എഴുതും? എഴുതണ്ട, അടുത്ത ക്വസ്റ്റ്യൻ മുതൽ എഴുതാം. 2/10 നമ്മൾ എങ്ങനെ എഴുതും? 2 into 10 20 എന്ന് എഴുതും അല്ലേ? 2 into 10 20 പ്ലസ് 5 ones-നെ 5 എന്ന് എഴുതും. 5 ones-നെ 5 എന്ന് എഴുതും. ഇനി 1/10 എന്ന് പറയുമ്പോൾ 1/10 1/10. 8 hundreds എന്ന് പറയുമ്പോൾ 8/100 8/100. ഇനി അടുത്തത് 4 thousands എന്ന് പറയുമ്പോൾ 4/1000. 1/10 എന്ന് പറഞ്ഞാൽ 1/10. 8 hundreds എന്ന് പറഞ്ഞാൽ 8/100. 4 thousands എന്ന് പറഞ്ഞാൽ 4/1000. ഇനി 1/10-നെയും 8/100-നെയും 4/1000-നെയും നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാലോ. 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? 20 plus 5 അതേപോലെ തന്നെ എഴുതാം. 20 plus 5 plus 1/10 എന്ന് പറയുമ്പോൾ 0.1 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത് അല്ലേ? ആ ഡിനോമിനേറ്ററിൽ വരുന്ന 1 എന്ന് പറയുന്നത് ഡെസിമൽ പാർട്ടിൽ ഒരു ഡിജിറ്റ് ആയിട്ട് വരണം. അതായത് 0.1 1/10 ആയതുകൊണ്ട് ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പറിന്റെ സീറോയുടെ നമ്പർ എത്ര, സീറോയുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. 1/10 എന്ന് പറയുമ്പോൾ 10-ൽ ഒരു സീറോയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഡെസിമൽ ആയിട്ട് എഴുതുമ്പോൾ ഡെസിമൽ പാർട്ടിൽ ഒരു ഡിജിറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, 1/10 എന്ന് പറയുമ്പോൾ 0.1. ഇനി 8/100 8/100 എന്ന് പറയുമ്പോൾ 8-നെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 100 ആയതുകൊണ്ട് 2 സീറോ വരുന്നുണ്ട് 100-ന് അല്ലെ? 2 സീറോ വരുന്നുണ്ട്. അപ്പോൾ ഡെസിമൽ പാർട്ടിലും 2 ഡിജിറ്റ് വരണം. 0.2 ഡിജിറ്റ് വരണം. 2 ഡിജിറ്റ് വരുമ്പോൾ 0.80 എന്ന് എഴുതാം, അല്ലെങ്കിൽ
0.08 എന്നും എഴുതാം. ഇതിൽ ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നത്? 0.80 ആണോ 0.08 ആണോ? 0.08. എന്തുകൊണ്ടാ? ഡെസിമൽ നമ്പർ. എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ഡെസിമൽ പാർട്ടിൽ റൈറ്റ് സൈഡിലേക്ക് എത്ര സീറോ എഴുതിയാലും അതിന് വാല്യൂ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അതായത് ഇപ്പൊ നമ്മൾ സാധാരണ നമ്പർ എഴുതുന്നു. ഇപ്പോ 2 എന്നുള്ളൊരു ഡിജിറ്റ്, 2 എന്നുള്ളൊരു ഡിജിറ്റിന് നമ്മൾ ഈ സൈഡിൽ 0 ഇട്ട് കൊടുത്താൽ, ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ട് കൊടുത്താൽ അതിന്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. 0 തന്നെയല്ലേ? 2 തന്നെയല്ലേ അതിന്റെ വാല്യൂ അല്ലേ? 2 എന്നുള്ളത് 02 എന്ന് എഴുതിയാൽ 2 തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. വാല്യൂവിൽ വ്യത്യാസം വരില്ല. എന്നാൽ റൈറ്റ് സൈഡിൽ ഒരു 0 ആഡ് ചെയ്താലോ അത് 20 ആയി അല്ലേ? ഒരുപാട് വ്യത്യാസം വന്നു. 2ഉം 20യും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ നമ്മള് ഹോൾ നമ്പർ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സിൽ ഡിജിറ്റ്സിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് 0 ആഡ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഒരു 0യും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു, 200 ആയി. നല്ല ചേഞ്ച് വന്നു അല്ലേ? നമ്മൾ 0 ആഡ് ചെയ്യുന്തോറും എന്താവുന്നുണ്ട്? ആ ഡിജിറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിപ്പോ എത്രയായി? 2 lakh ആയി അല്ലേ? റൈറ്റ് സൈഡിലേക്ക് എത്ര 0 ആഡ് ചെയ്യുന്നോ അത്രയും അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ ഒരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ, ഒരു ഡെസിമൽ നമ്പർ ഇപ്പൊ 0.2 ആണെന്ന് വിചാരിച്ചു. ഇതൊരു ഡെസിമൽ നമ്പർ ആണ് 0.2. ഈ 0.2ന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എത്ര 0 ആഡ് ചെയ്ത് കൊടുത്താലും അത് 0.2 തന്നെ ആയിരിക്കും. അതായത് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുന്ന ഈ 0-നൊന്നും വാല്യൂ ഇല്ല. ഓക്കെ, 0.2 തന്നെ ആയിരിക്കും. ഇനി ഈ 0.2 എന്നതിന് പകരം 0.02 ആണെങ്കിൽ അതിന്റെ വാല്യൂ കുറയും. 0.02 ആണെങ്കിൽ അതിന്റെ വാല്യൂ കുറയും. ഇനി 0.002 ആണെങ്കിൽ, അതായത് ഡെസിമൽ പോയിന്റിനും ഡിജിറ്റിനും ഇടയിലാണ് നമ്മൾ സീറോസ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ഡെസിമൽ നമ്പറിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പറും കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ 0 ആഡ് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂ വ്യത്യാസം വരില്ല. എന്നാൽ ഡെസിമൽ പോയിന്റിനും ഡിജിറ്റിനും ഇടയിലാണ് നമ്മൾ സീറോസ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വാല്യൂ വ്യത്യാസം വരും, കുറഞ്ഞു വരും. ഓക്കെ, നമ്മളൊരു ഡെസിമൽ നമ്പർ എഴുതുന്ന സമയത്ത് ഓക്കെ, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് നമ്പർ ആയിരിക്കും ഏറ്റവും വലിയ വാല്യൂ ഉള്ളത്. ഫസ്റ്റ് ഡിജിറ്റിനായിരിക്കും വലിയ വാല്യൂ. സെക്കൻഡ് ഡിജിറ്റ് ആകുമ്പോഴത്തേക്കും വാല്യൂ കുറയും. തേർഡ് ഡിജിറ്റ് ആകുമ്പോഴത്തേക്കും വാല്യൂ പിന്നെയും കുറയും. അതായത് റൈറ്റ് സൈഡിലേക്ക് പോകും തോറും ഡിജിറ്റിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 8/100 എന്നുള്ളത് 0.08 എന്ന് വരും. എന്തുകൊണ്ടാണ് 0.8 വരുന്നത്? ബൈ 100 എന്ന് പറയുമ്പോൾ 2 0 ഉണ്ട്. ആ 2 0-ന് ഈക്വൽ ആയിട്ട് ഡെസിമൽ പാർട്ടിൽ 2 ഡിജിറ്റ് വരണം. 2 ഡിജിറ്റ് വരുമ്പോൾ അത് വാല്യൂ ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ ഡെസിമൽ പോയിന്റിന്റെയും ഡിജിറ്റിന്റെയും ഇടയിൽ 0 ആഡ് ചെയ്യും.
ഇനി 4/1000 എന്ന് പറയുമ്പോൾ 0.004. എന്തുകൊണ്ടാന്ന് വെച്ചാൽ 1000-ന് 3 സീറോ ഉണ്ട്. അപ്പൊ ഡെസിമൽ പാർട്ടിൽ 3 ഡിജിറ്റ് വേണം. 3 ഡിജിറ്റ് ഇടുന്ന സമയത്ത് 0.400 ആണ് ഇട്ടിട്ടുള്ളതെങ്കിൽ ആ സീറോന് വാല്യൂ ഇല്ല, അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അവിടെ ഒരു ഡിജിറ്റ് മാത്രമേ ഡെസിമൽ പാർട്ടിൽ വരുള്ളൂ. 004 എന്നിട്ടാൽ മാത്രമേ ഡെസിമൽ പാർട്ടിൽ 3 ഡിജിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ആർക്കും വലിയ പിടി കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് അല്ലേ. എക്സ്പാൻഡഡ് നൊട്ടേഷൻ ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് നാളെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നാളെ ക്ലാസ് ഉണ്ടല്ലോ. ഇന്ന് ഹോംവർക്ക് ഒന്നും വേണ്ട, ഏതായാലും നാളെ നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ബൈ, നാളെ കാണാം. ബൈ മിസ്. ഞാൻ നാളെ ചിലപ്പോ ഉണ്ടാവൂലേ? മദ്രസ ഉണ്ടോ? മദ്രസ അല്ല, എന്റെ ഇക്കാക്കാര മംഗലം. കാക്കര മംഗലം. എന്നാ മംഗലൊക്കെ കഴിഞ്ഞിട്ട് യൂട്യൂബിൽ കാണണം കേട്ടോ. ഓക്കെ, ബൈ.